ബാബ, അയാൾക്ക് ആ ആട്ടിൻകുട്ടിയെ തിരിച്ചു കിട്ടുമോ? തീർച്ചയായും കിട്ടും. അയാൾ അല്ലാഹുവിലാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന രണ്ടാളുകളുടെ ഉദാഹരണം നിനക്കറിയില്ലേ? ഒരിക്കൽ ഒരാൾ യാത്ര പുറപ്പെട്ടു. അയാൾ ഒരു പട്ടണത്തിലെത്തി. അപ്പോഴേക്കും അയാളുടെ കയ്യിലുള്ള പണമെല്ലാം തീർന്നിരുന്നു. കയ്യിലുള്ള പണമെല്ലാം തീർന്നല്ലോ. ഇനി എന്തു ചെയ്യും? ആരോടെങ്കിലും കടം വാങ്ങുകയല്ലാതെ വേറെ വഴിയില്ല. ആരോടാ കടം ചോദിക്കുക? പരിചയമുള്ള ആരുമില്ലല്ലോ ഇവിടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഞാനൊരു യാത്രക്കാരനാണ്. എന്റെ കയ്യിലുള്ള പണമെല്ലാം തീർന്നു. കുറച്ച് ദിനാർ കടം തന്ന് സഹായിക്കാമോ? 1 മാസം കഴിഞ്ഞ് തിരിച്ചു തരാം. സഹോദര, എനിക്ക് താങ്കളെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്റെ കയ്യിൽ പണമൊന്നുമില്ലല്ലോ. ഒരു വഴിയുണ്ട്. ഇവിടെ അടുത്ത് ധനികനായ ഒരാളുണ്ട്. അയാളോട് ചോദിച്ചാൽ കടം കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും പോയി ചോദിക്കുക തന്നെ. വരൂ, താങ്കൾക്ക് ഞാൻ അയാളുടെ വീട് കാണിച്ചു തരാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്റെ പേര് അബു അഹമ്മദ്. ഞാൻ അടുത്ത നാട്ടിൽ നിന്നും വരുന്നു. യാത്രക്കിടയിൽ എന്റെ കയ്യിലെ പണമെല്ലാം തീർന്നു. കുറച്ച് ദിനാർ കടം തന്ന് എന്നെ സഹായിക്കാമോ? പരിചയമില്ലാത്ത ഒരാൾക്ക് ഞാനെങ്ങനെ കടം തരും? താങ്കൾ പറയുന്ന സമയത്ത് ഞാൻ പണം തിരിച്ചു തരാമെന്ന് ഉറപ്പു തരുന്നു. ശരി, ഞാൻ പണം തരാം. പക്ഷേ താങ്കളെ പരിചയമുള്ള ഒരാൾ ജാമ്യം നിൽക്കണം. അതിന് എന്നെ പരിചയമുള്ള ഒരാളും ഈ നാട്ടിലില്ലല്ലോ. ഇനി എന്തു ചെയ്യും? എന്റെ ജാമ്യക്കാരനായി അല്ലാഹുണ്ട്. ഇൻഷാ അല്ലാഹ് താങ്കളുടെ പണം കൃത്യസമയത്ത് തിരിച്ചു തരുമെന്ന് അല്ലാഹുവെ സാക്ഷി നിർത്തി ഞാൻ സത്യം ചെയ്യുന്നു. ശരി, താങ്കൾക്ക് എത്ര ദിനാർ കടം വേണം? 600 ദിനാർ. ഞാനിതാ വരുന്നു. ഇതാ 600 ദിനാർ. 1 മാസം കഴിഞ്ഞ് തിരിച്ചു തരണം. അൽഹംദുലില്ലാ, വലിയ ഉപകാരമായി. $600 ദിനാർ കടം വാങ്ങിച്ചു പോയ അബൂ അഹമ്മദിനെ കാണുന്നില്ലല്ലോ. എന്തു പറ്റി? ഏതായാലും ഒന്ന് അന്വേഷിക്കാം. സുഹൃത്തെ, ഒന്ന് നിൽക്കൂ. അബൂ അഹമ്മദ് എന്ന് പേരുള്ള ഒരാൾ ഈ പ്രദേശത്തെങ്ങാനും വന്നതായി അറിവുണ്ടോ? അറിയില്ലല്ലോ. യാത്രക്കാരുമായ ഒരു കപ്പൽ ഇന്നലെ വന്നുപോയതായി കേട്ടു. അതുകൊണ്ട് കടൽ തീരത്തൊന്ന് അന്വേഷിച്ചു നോക്കൂ. അവിടെയും കൂടെ ഒന്ന് അന്വേഷിക്കാം. കഷ്ടം, ഇവിടെ ആർക്കും അയാളെ പരിചയമില്ല. ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവുക തന്നെ. എന്തോ ഒഴുകി വരുന്നുണ്ടല്ലോ. ആഹാ, നല്ല മരക്കഷ്ണം. ഏതായാലും വീട്ടിലേക്ക് കൊണ്ടുപോകാം. ബീവി,
ദാ ഒരു മരക്കഷ്ണം വല്ലതിനും ഉപകരിച്ചേക്കും. ആഹാ, നോക്കട്ടെ. ശ്ശോ. ഏ? ഇതിലെന്തോ എഴുതിയിരിക്കുന്നല്ലോ. പ്രിയ സുഹൃത്തെ, പറഞ്ഞ സമയത്ത് താങ്കളുടെ അടുത്ത് വരാൻ കഴിയില്ല. താങ്കളിൽ നിന്ന് വാങ്ങിയ പണം ഞാൻ ജാമ്യക്കാരനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് അബു അഹമ്മദ്. മാഷാ അല്ലാ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്നെ ഓർമ്മിക്കുന്നുണ്ടോ? താങ്കളിൽ നിന്ന് 600 ദിനാർ കടം വാങ്ങിയ അബു അഹമ്മദിന്. തീർച്ചയായും. പണം തിരിച്ചു തരാമെന്നേറ്റ സമയത്ത് താങ്കൾക്ക് വരാൻ പറ്റിയില്ല, അല്ലേ? ശരിയാണ്. അതുകൊണ്ട് ഞാനത് ജാമ്യക്കാരനെ ഏൽപ്പിച്ചിരുന്നു. താങ്കൾക്കത് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ശരിയാണ്. നിശ്ചിത അവധിക്ക് തന്നെ എനിക്കത് തിരിച്ചു കിട്ടി. അൽഹംദുലില്ലാ. ഭരമേൽപ്പിക്കുന്നവർക്ക് അല്ലാഹു മതി.